നമസ്കാരം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്ക ഏത് തരം ബോംബാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം. എങ്ങനെയുള്ള ഒരു ബോംബാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്, അതിന്റെ നിർമ്മാണ രീതി, അതിന്റെ പ്രത്യേകത, എത്രയടി ആഴത്തിൽ പോകും എന്നുള്ളത് നമ്മുടെ അജിത്തിന്റെ വീഡിയോയിലൂടെ, യൂട്യൂബ് ഇട്ട അജിത്തിന്റെ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. 7-8 മാസം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ് ഞങ്ങൾ മുമ്പിൽ എത്തിക്കുകയാണ്. ഒത്തിരി ആയുധങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബ്. ഹിസ്ബുള്ള തലവനെ വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്ക കൊടുത്ത ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഒരു മല പോലും തുരന്ന് 200 അടി വരെയുള്ള മണ്ണും പാറയും കോൺക്രീറ്റും ഒക്കെ കടന്ന് അകത്തേക്ക് ചെന്ന് അതിനകത്തുള്ള ബങ്കറിനെ നശിപ്പിക്കാനും ഒരു ഭൂമി കുലുക്കം തന്നെ ഉണ്ടാക്കാനും കഴിവുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് അമേരിക്കയുടെ കയ്യിലുണ്ട്, GBU-57. അപ്പോൾ എങ്ങനെയാണ് ഈ ബോംബുകൾ ഇതൊക്കെ സാധിക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രത്യേകത? ആകാശത്ത് നിന്ന് താഴേക്കിടുന്ന ഇതിനെയൊക്കെ എങ്ങനെയാണ് നിയന്ത്രിച്ച് കൃത്യമായ സ്ഥലത്ത് കൊള്ളിക്കുന്നത് എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ തുടങ്ങാം. സാധാരണ ബോംബും മിസൈലും ഒക്കെ വീഴുന്നിടത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിക്കിടയിൽ നല്ല കട്ടിയുള്ള കോൺക്രീറ്റില് ബങ്കർ നിർമ്മിച്ചു തുടങ്ങിയപ്പോഴാണ് ഭൂമിക്ക് മുകളിൽ പൊട്ടാതെ ഭൂമിക്ക് ഉള്ളിലേക്ക് തുരന്നു നിന്ന് ബങ്കറിനുള്ളിൽ കയറി പൊട്ടിത്തെറിക്കാനുള്ള ബോംബിന്റെ ആവശ്യം വന്നത്. 6 അടി വരെയൊക്കെ കനമുള്ള കോൺക്രീറ്റിനെ തുളഞ്ഞു കയറാൻ ശക്തിയുള്ള ബങ്കർ ബസ്റ്റർ ആയിരുന്നു അമേരിക്കയുടെ കയ്യിൽ 1980കളിൽ ഉണ്ടായിരുന്നത്. 91-ലെ ഇറാഖ് വാറിന് വേണ്ടിയാണ് 16 അടിക്ക് മുകളിൽ കനമുള്ള കോൺക്രീറ്റ് തുറന്നു കയറാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ അമേരിക്ക നിർമ്മിക്കുന്നത്. GBU-28 എന്നാണ് അതിന്റെ പേര്. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ശേഷി കൂടിയ GBU-57 ബങ്കർ ബസ്റ്റർ ബോംബിനാണ് 200 അടി ഭൂമിയും കോൺക്രീറ്റും തുറന്നു കയറാൻ കഴിയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മിലിറ്ററി സംവിധാനങ്ങൾ മലകൾക്കുള്ളിൽ പണിത സുരക്ഷിതമായ വലിയ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിലാണ്. അപ്പോൾ അതിനെ ലക്ഷ്യം വെച്ചാണ് US ഈ GBU-57 എന്ന ഭീകരനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഈ പറഞ്ഞ 200 അടിയൊക്കെ ഭൂമിക്കകത്തേക്ക് തുരന്നു കയറാൻ കഴിയുന്നത് എന്നത് ആദ്യം നോക്കാം. വെടിയുണ്ട എങ്ങനെയാണ് മനുഷ്യ ശരീരവും തടിയും ഇരുമ്പും ഒക്കെ തുളഞ്ഞു കയറുന്നത്? അതിന് സ്പീഡ് കൊണ്ടാണ്. ശരിക്കും സ്പീഡ് കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ് ബുള്ളറ്റിനെ അതിന് സഹായിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഇതാണ്. വെലോസിറ്റി അഥവാ സ്പീഡാണ് വളരെ പ്രധാന കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതെങ്കിലും ആ സാധനത്തിന്റെ വെയിറ്റും പ്രധാനമാണ്. അപ്പോൾ സ്പീഡും വെയിറ്റുമാണ് തുരന്നു കയറാനുള്ള കൈനറ്റിക് എനർജി കൊടുക്കുന്നത്. 20.5 അടി നീളവും 31.5 ഇഞ്ച് ഡയമീറ്ററുള്ള GBU-57 14 ടൺ ഭാരമുണ്ട്. ഇത് മിസൈലല്ല, അതുകൊണ്ട് തന്നെ റോക്കറ്റ് എഞ്ചിൻ ഇല്ല. ബോംബർ വിമാനത്തിൽ നിന്ന് താഴേക്കിടുകയാണ് ചെയ്യുക. ഭൂമിയിലേക്ക് വീഴുന്നത് കൊണ്ടാണ് അതിന് സ്പീഡ് കിട്ടുന്നത്. 10 കിലോമീറ്ററൊക്കെ മുകളിൽ നിന്ന് താഴേക്കിടുന്ന ഒരു ബോംബിന് എയർ റെസിസ്റ്റൻസ് കണക്കിലെടുക്കാതിരുന്നാൽ ഭൂമിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് 1600 km/h സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ഭൂമി തുളഞ്ഞു കയറാൻ വേണ്ട കൈനറ്റിക് എനർജിക്കുള്ള വെയിറ്റും സ്പീഡുമായി. പക്ഷെ ഇത് രണ്ടും മിക്ക മിസൈലിലും ബോംബിലും ഉണ്ടാവും, അല്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് അതൊന്നും ഭൂമിക്കകത്തേക്ക് തുരന്നു കയറാത്തത്? ഭൂമിയിൽ വന്ന് വീഴുമ്പോൾ തന്നെ അതെല്ലാം പൊട്ടിത്തെറിക്കുന്നു എന്നതാണ് ഒരു കാരണം എന്ന് പറയാം. പക്ഷേ അപ്പോൾ അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും എന്നതാണ് വാസ്തവം. കാരണം അതിന്റെ ബോഡി ഈ വീഴ്ച അല്ലെങ്കിൽ ഭൂമിയുമായുള്ള ഈ കൂട്ടിയിടി താങ്ങില്ല. അപ്പോൾ ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ തകരാത്ത തരത്തിൽ കട്ടിയുള്ള ബോഡി വേണം അതിന്. അതാണ് ബങ്കർ ബസ്റ്റർ ബോംബിനെ സാധാരണ ബോംബിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം. GBU-57 ബോഡി നിർമ്മിച്ചിരിക്കുന്നത് വളരെ വളരെ സ്ട്രോങ് ആയ കോബോൾട്ട് അയൺ അലോയ് ഉപയോഗിച്ചാണ്. അതിന്റെ ടോട്ടൽ 14 ടൺ ഭാരത്തിൽ ഏതാണ്ട് 12 ടണ്ണും ഈ ബോഡിയുടെ വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് അത് വന്നിരിക്കുമ്പോൾ തകരാതെ വെടിയുണ്ട പോലെ തുരന്നു കയറി പോകുന്നത്. ഗൈഡഡ് ബോംബ് യൂണിറ്റ് എന്നതിന്റെ ഷോർട്ടാണ് GBU. സ്മാർട്ട് ബോംബ് എന്നും പറയും. നിയന്ത്രണമില്ലാത്ത സാധാരണ ബോംബുകളെ ഡംപ് ബോംബ് എന്നാണ് പറയുന്നത്. ബങ്കർ ബസ്റ്റർ എന്നുള്ളത് ഈ ടൈപ്പിന്റെ ഒരു പെറ്റ് നെയിമാണ്. ശരിക്കും ഈ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകളെ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ മോപ്പ് എന്നാണ് പറയുന്നത്. GBU-57 ഉൾവശം ഇതാണ് വാർഹെഡ്, പൊട്ടിത്തെറിക്കാനുള്ള വെടിമരുന്ന് എന്ന് പറയാവുന്ന സംഗതി. എക്സ്പ്ലോസീവ് ഫില്ലിംഗ് എന്നും പറയും. 2300 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും ഇതിന്. ഒരു മല തന്നെ നശിപ്പിക്കാനുള്ള മരുന്നുണ്ടിത്. RDXും അമോണിയം പെർക്ലോറേറ്റും അലുമിനിയവും ചേർന്ന മിക്സ്ചറാണ് AFX 757. മറ്റുള്ള സംഗതികളെല്ലാം ബോംബിനെ നിയന്ത്രിച്ച് കൃത്യമായ സ്ഥലത്ത് വീഴ്ത്താനുള്ള എക്യുപ്മെന്റ്സ് ആണ്. ബോംബിനെ സ്മാർട്ട് ആക്കുന്ന സംഗതികൾ: ബാറ്ററി, GPS കൺട്രോളർ, ചലിപ്പിക്കാൻ കഴിയുന്ന സ്റ്റിയറിംഗ് ഫിൻസും അതിന്റെ ഗിയറും മോട്ടോറും. JDAM എന്നാണ് ഈ ഗൈഡൻസ് സിസ്റ്റത്തിന്റെ പേര്. ജോയിന്റ് ഡയറക്റ്റ് അറ്റാക്ക് മ്യൂണിഷൻ എന്നതാണ് JDAM. US-ന്റെ നേവിയും എയർഫോഴ്സും ജോയിന്റ് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് പേരിലൊരു ജോയിന്റ് കിടക്കുന്നത്. ഈ ഫിൻസ് തിരിച്ച് താഴേക്ക് വീഴുന്ന ബോംബിനെ കൃത്യമായി നിയന്ത്രിച്ച് വീഴേണ്ട കൃത്യസ്ഥലത്ത് എത്തിക്കാൻ പറ്റും.
GPS സാറ്റലൈറ്റ്സിൽ നിന്ന് പൊസിഷൻ മനസ്സിലാക്കിയാണ് ജാഡാം ടാർഗറ്റും സ്വന്തം GPS പൊസിഷനും കണ്ടെത്തുന്നത്. എക്സ്പ്ലോസീവിനകത്ത് 2 ഫ്യൂസുകളും അത് തമ്മിൽ ബന്ധിപ്പിച്ചൊരു ഫ്യൂസ് കോൺഡ്യൂട്ടും ഉണ്ട്. ഭൂമിയിൽ വന്നിടിച്ചാൽ ഉടനെ അത് പൊട്ടിത്തെറിക്കാൻ പാടില്ലല്ലോ, തുരന്നകത്ത് കയറിയിട്ട് വേണം പൊട്ടാൻ. അതിനുവേണ്ടിയുള്ള ഡിലേ ഫ്യൂസ് ആണിത്. പേര് പോലെ പൊട്ടിത്തെറിയൊന്ന് ലേറ്റ് ആക്കും ഈ ഫ്യൂസ്. 14 ടൺ ഭാരമുള്ള GBU-57 കൊണ്ട് പറക്കാൻ സാധാരണ ഫൈറ്റർ പ്ലെയിനുകൾക്ക് കഴിയില്ല. ഒന്നുകിൽ വലിയ ബോംബർ പ്ലെയിനുകൾ വേണം. അതിന് പക്ഷേ റഡാറിൽ കാണാനും ആക്രമിച്ച് താഴെയിടാനും എളുപ്പമാണ് എന്നതിനാൽ അമേരിക്ക B-2 സ്പിരിറ്റ് എന്ന റഡാറിൽ പെടാത്ത സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 2 GBU-57 ഒരു സമയം B-2 കൊണ്ടു പറക്കാൻ കഴിയും. അങ്ങനെ ടാർഗറ്റിനടുത്തുള്ള ഭാഗത്തെത്തിച്ച് താഴേക്കിടുന്ന ബോംബിന്റെ നിയന്ത്രണം ജാഡാം ഏറ്റെടുക്കും. ഈ പിന്നിലെ സ്റ്റിയറിംഗ് ഫിൻസ് റൊട്ടേറ്റ് ചെയ്ത് ബോംബ് സ്വയം അതിന്റെ ടാർഗറ്റിലേക്ക് എത്തും. ഡിലേ ഫ്യൂസ് ഭൂമിക്കടിയിലെ ടാർഗറ്റിലെത്തിയിട്ട് മാത്രമേ എക്സ്പ്ലോസീവിനെ കത്തിക്കുകയുള്ളൂ. പക്ഷേ 200 അടി വരെ എത്തുന്ന ബങ്കർ ബസ്റ്റർ അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞ ഇറാൻ ഇപ്പോൾ 400 അടി ഭൂമിക്കടിയിലാണ് പുതിയ അതിശക്തമായ ബങ്കറുകൾ പണിയുന്നത് എന്നാണ് പറയുന്നത്. 30 കോടി രൂപയ്ക്ക് തുല്യമായ ചെലവുണ്ട് ഈ ഒരു GBU-57 നിർമ്മിക്കാൻ. പക്ഷേ അമേരിക്ക മറ്റൊരു രാജ്യത്തിനും ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ GBU-28 BLU-109 എന്ന ബങ്കർ ബസ്റ്ററും ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഗാസയിൽ ഇസ്രായേൽ പലതവണ പ്രയോഗിക്കുകയും ചെയ്തു. ലെബനനിൽ ഹിസ്ബുള്ള നേതാവിനെതിരെ പ്രയോഗിച്ചത് ഈ BLU-109 ആണ്. ആ ഓപ്പറേഷന് ശേഷം ഇസ്രായേൽ എയർഫോഴ്സ് പുറത്തുവിട്ട വീഡിയോ ആണിത്. അമേരിക്ക തന്നെ കൊടുത്ത F-15 ചിറകിന്റെ അടിയിൽ കാണുന്നത് BLU-109 പിന്നീട് വൈകുന്നേരം തിരികെ വന്നിറങ്ങുമ്പോൾ ആ ബോംബുകൾ അതിലില്ല എന്നും കാണാം. 2 ബിൽഡിങ്ങുകളെ നിലംപരിശാക്കി അതിനിടയിലെ ബങ്കറിനെയും ഇസ്രായേൽ തകർത്തത് ഈ ബങ്കർ ബസ്റ്ററുകൾ വെച്ചാണ്. 1980 മുതൽ അമേരിക്കയുടെ കയ്യിലുള്ള ആയുധം. പക്ഷേ ഇതിന് GBU-57 വളരെ കുറഞ്ഞ ശേഷിയേ ഉള്ളൂ. വെറും 6 അടി കനമുള്ള കോൺക്രീറ്റിനെ തുരന്ന് കയറാൻ മാത്രമേ BLU-109 കഴിയൂ. ബോംബ് ലൈവ് യൂണിറ്റ് എന്നതാണ് BLU. ഇത് 57 നിന്ന് വ്യത്യസ്തമായിട്ട് 2 ഭാഗമാണ്. ബോംബും അതിന്റെ പിന്നിൽ ജാഡാം നിയന്ത്രണ സംവിധാനവും. ശരിക്കും ഇത് നിയന്ത്രിക്കാൻ സംവിധാനം ഇല്ലാത്ത ബോംബായിട്ടാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ജാഡാം ഡെവലപ്പ് ചെയ്തപ്പോൾ ഇതിലേക്ക് ജാഡാം കിറ്റ് ബോൾട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നിയന്ത്രണ സംവിധാനം ഇല്ലാത്ത ഒത്തിരി ഡംപ് ബോംബുകളെ ജാഡാം കിറ്റ് ഉപയോഗിച്ച് വളരെ ആക്യുറസിയുള്ള ഗൈഡഡ് ബോംബുകളാക്കിയിട്ടുണ്ട്. 7 അടി നീളവും 14.5 ഇഞ്ച് ഡയമീറ്ററുള്ള ഇതിന് ഏതാണ്ട് 1 ടണ്ണാണ് ഭാരം. ഉള്ളിൽ 250 കിലോഗ്രാമിന്റെ എക്സ്പ്ലോസീവ് ഫില്ലിംഗ് ആണുള്ളത്. TNTയും അലുമിനിയം പൗഡറും ചേർന്ന മിക്സറാണ് ട്രൈറ്റണൽ. പിന്നിലായിട്ടുള്ള ഒറ്റ ഡിലേ ഫ്യൂസിലാണ് ഇതിന്റെ വർക്കിംഗ്. വെയിറ്റ് സാമാന്യം കുറവായതുകൊണ്ട് തന്നെ ഹൈസ്പീഡ് ഫൈറ്റർ ജെറ്റുകളിൽ ഒരെണ്ണത്തിൽ 6 എണ്ണം വരെ കൊണ്ടുപോകാൻ കഴിയും. 6 അടി കനമുള്ള കോൺക്രീറ്റ് മാത്രമേ കടന്നു പോകാൻ കഴിയുമെങ്കിലും പിറകെ പല BLU-109 പൊളിച്ചാണ് ബെയ്റൂട്ടിലെ ബങ്കർ ഇസ്രായേൽ പൊളിച്ചത് എന്നാണ് പറയുന്നത്. ഇറാനിലെ ടാർഗറ്റുകൾ പലതും GBU-57 കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിലും ഇതുപോലെ പല ബോംബുകൾ ഒരേ സ്ഥലത്തേക്ക് ഒന്നിനു പിറകെ ഒന്നായി കൊള്ളിച്ച് ടാർഗറ്റിലെത്താം എന്നതായിരിക്കാം US സ്ട്രാറ്റജി. പലപ്പോഴും രാജ്യം ഭരിക്കുന്നവരുടെ ഈഗോയിലാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് അത് അനുഭവിക്കുന്നത് മുഴുവൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. ഭരിക്കുന്നവർക്ക് ഏറ്റവും സുരക്ഷിത സ്ഥലവും ആവശ്യത്തിലധികം സെക്യൂരിറ്റിയും. യുദ്ധം എന്ത് ഭീകരമാണെന്ന് നമുക്ക് നേരിട്ട് അറിവില്ല. ഒരിക്കലും അറിയേണ്ടി വരരുതേ എന്നാശിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.